ഹായ് ഗൈസ്, ഐ എം സഞ്ജയ് ഫ്രം ബീറ്റോറ ഡ്രം സ്പേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡ്രം സ്റ്റിക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഡ്രം സ്റ്റിക്കിൽ 5 പാർട്ടുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിന്റെ ടിപ്പ് അല്ലെങ്കിൽ ഹെഡ്, ഷോൾഡർ, ഷാഫ്റ്റ്, ഗ്രിപ്പ്, ബട്ട് അല്ലെങ്കിൽ ലെഗ്. ഇതിന്റെ ടിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടിപ്പിന്റെ പേരാണ് നൈലോൺ ടിപ്പ്. നൈലോൺ ടിപ്പിലുള്ള ഡ്രം സ്റ്റിക്കുകൾ അല്ലാതെ ബാരൽ ഷേപ്പ്, ഏക്കോൺ ഷേപ്പ്, ഡയമണ്ട് ഷേപ്പ്, ടിയർ ഡ്രോപ്സ് ഷേപ്പ്, ആരോ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, ബോൾ ഷേപ്പ്, ഓവൽ ഷേപ്പ്, അങ്ങനെ നിരവധി തരത്തിലുള്ള ഷേപ്പിലുള്ള ഡ്രം സ്റ്റിക്കുകൾ അവൈലബിൾ ആണ്. നമ്മൾ എടുക്കുന്ന ഡ്രമ്മിന്റെ ടിപ്പിന്റെ മാറ്റം അനുസരിച്ച് അതിൽ നിന്ന് വരുന്ന സൗണ്ടിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുള്ള ഡ്രം സ്റ്റിക്കുകളിലെല്ലാം 2A, 2B, 5A, 5B, 7A, 7B എന്നുള്ള ലെറ്റർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ABSD? ഡ്രം സ്റ്റിക്കിന്റെ വെയിറ്റ്, അതിന്റെ ഷേപ്പ്, നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് എടുക്കുന്ന സോങ്ങിന്റെ സ്റ്റൈൽ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഈ പറയുന്ന ഓരോ ആൽഫബറ്റ്സ് മാറുന്നത്. ഇപ്പൊ നമ്മുടെ ഡ്രം സ്റ്റിക്കിന്റെ മുകളിൽ 2A അല്ലെങ്കിൽ 5A, 6A, 7A. അപ്പോൾ A എന്ന് പറയുന്ന ആൽഫബറ്റ്സിൽ വരുന്ന ഡ്രം സ്റ്റിക്കിന്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ വെയിറ്റ് കുറവാണ്. കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടും നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ് കുറച്ചുകൂടെ ഈസി ആയിട്ട് വായിക്കാനൊക്കെയാണ് A സീരീസിൽ വരുന്ന ഡ്രം സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. B എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഡ്രം സ്റ്റിക്കുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് റോക്ക്, മെറ്റൽ, പോപ്പ് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ ഹെവി ആയിട്ടുള്ള ലൗഡർ ആയിട്ടുള്ള മ്യൂസിക്കൽ ഫോംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ സ്റ്റൈലിനൊക്കെയാണ് B എന്ന് പറയുന്ന സീരീസിലുള്ള ഡ്രം സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. A വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. B എന്ന് പറയുന്നത് ഒരു മീഡിയം വെയിറ്റ് ഉള്ള ഡ്രം സ്റ്റിക്ക് ആണ്. എന്നാൽ S എന്ന് പറയുന്ന ഡ്രം സ്റ്റിക്ക് B യേക്കാൾ വളരെയധികം വെയിറ്റ് കൂടിയ ഡ്രം സ്റ്റിക്കുകളാണ്. കൂടുതലും S സീരീസിലുള്ള ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് മാർച്ച് ബാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പരേഡ് ബാൻഡ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ബാൻഡുകളിലാണ് കൂടുതലും S സീരീസിൽ വരുന്ന ഡ്രം സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. വെയിറ്റ് വളരെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രം സ്റ്റിക്കാണ് D കാറ്റഗറിയിലുള്ള ഡ്രം സ്റ്റിക്ക്. ഇത് ഉപയോഗിക്കുന്നത് ഡാൻസ് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റോളിംഗും ഒക്കെ വായിക്കുന്ന പ്ലേയിങ്ങിനാണ് കൂടുതലും D കാറ്റഗറിയിൽ D സീരീസിൽ വരുന്ന ഡ്രം സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഡ്രം സ്റ്റിക്കുകളെ കുറിച്ചാണ്. എന്നാൽ അത്ര നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള ഡ്രം സ്റ്റിക്കുകളും അവൈലബിൾ ആണ്. ബ്രഷ് ഡ്രം സ്റ്റിക്ക്, പേര് പോലെ തന്നെയാണ്, ഒരു ബ്രഷ് ഇരിക്കുന്ന പോലെയാണ് അതിന്റെ ഒരു ഡ്രം സ്റ്റിക്ക് ഇരിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന സൗണ്ടും വളരെയധികം വ്യത്യസ്തമാണ്. ഇനി അടുത്ത ഡ്രം സ്റ്റിക്കിന്റെ പേരാണ് റോഡ്സ് ഡ്രം സ്റ്റിക്ക് അല്ലെങ്കിൽ റോഡ് ഡ്രം സ്റ്റിക്ക് എന്ന് പറയും. അടുക്കി വെച്ചേക്കുന്ന ഈർക്കിലുകൾ പോലെ, നമ്മൾ ഈർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്റ്റിക്കിന്റെ രൂപം ഇരിക്കുന്നത്. അടുത്തത് മെല്ലറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രം സ്റ്റിക്കാണ്. ഈ മെല്ലറ്റ് ഡ്രം സ്റ്റിക്കിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് കുറച്ച് ഉരുണ്ടിട്ട് ഫെൽറ്റോട് കൂടി, ഫെൽറ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഒരു പഞ്ഞി പോലുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് നമ്മുടെ കിക്ക് ഡ്രമ്മിൽ ഇരിക്കുന്ന ബീറ്ററിനെ പോലെ കണ്ടാൽ തോന്നും. അതിന്റെ ഒരു സൈഡ് വുഡൻ സ്റ്റിക്ക് ആയിരിക്കും, അതിന്റെ മുകളിൽ ഒരു ബീറ്ററിന്റെ ഷേപ്പിലിരിക്കുന്ന ഒരു ഫെൽറ്റ് ഉള്ള ഡ്രം സ്റ്റിക്കാണ് മെല്ലറ്റ്. കോമ്പിനേഷൻ സ്റ്റിക്സ്, ഒരു സൈഡിൽ മെല്ലറ്റിന്റെ പോലുള്ള ഷേപ്പും മറു സൈഡ് സാധാ നോർമൽ ഡ്രം സ്റ്റിക്കിന്റെ ടിപ്പും വരുന്ന ഒരു ഷേപ്പാണ് കോമ്പിനേഷൻ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മെല്ലറ്റ്സിനെ ഉപയോഗിക്കുന്ന പോലുള്ള ഇൻസ്ട്രുമെന്റിനും അവിടെ ഉപയോഗിക്കാം. തിരിച്ചു വെച്ച് നോർമൽ ഇൻസ്ട്രുമെന്റുകൾക്കും വായിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഡ്രം സ്റ്റിക്കുകളാണ് കോമ്പിനേഷൻ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പിൻ ചെയ്തേക്കാം. എല്ലാവരും ആ ലിങ്കിൽ കയറി അതിലെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിനകത്ത് ഓരോ ഡ്രം സ്റ്റിക്കിന്റെയും ടിപ്പുകൾ മാറുന്നതനുസരിച്ചുള്ള സൗണ്ടിന്റെ വ്യത്യാസം അതിൽ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടുവരുന്ന പല കാർട്ടൂൺ സിനിമകളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക്, ആ ഒരു മ്യൂസിക് രൂപപ്പെടുത്തി വരുന്നതിന് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ പ്രവർത്തനമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ, ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്. അപ്പോൾ ആ കാർട്ടൂണിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ചെയ്തേക്കുന്നത് നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ അതിശയിച്ചു പോകും. എങ്ങനെയാണ് ഈ ഒരു മ്യൂസിക് ഉണ്ടാകുന്നത്, ഇത് ആരാണ് വായിക്കുന്നത്, ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു ഡ്രം സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇനി ഓർക്കുമല്ലോ. നിങ്ങളൊരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡ്രംസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ഇനി പുതിയ വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.